മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. കർണാടകയിലെ ബുൾഡോസർ രാജ് വിഷയത്തിലാണ് രൂക്ഷ വിമർശനം ഉയർന്നത്. അനധികൃതമായി കുടിയേറിയവരെയാണ് ഒഴിപ്പിച്ചതെന്നും നിജസ്ഥിതി മനസ്സിലാക്കാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണമെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. വിവരങ്ങളുമായി മനീഷ് മൂർത്തി നമുക്കൊപ്പം ചേരുകയാണ്. മനീഷ്, വിശദാംശങ്ങൾ. ബംഗളൂരുവിലെ യലഹങ്കയിലുള്ള മാലിന്യ നിക്ഷേപ പ്ലാന്റിനോട് ചേർന്നുള്ള സ്ഥലം അത് നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും ഒഴിയാത്ത ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ കുടിയൊഴിപ്പിക്കൽ നടന്നിട്ടുള്ളത് എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. അത് കൃത്യമായ അർത്ഥത്തിൽ നോട്ടീസ് നൽകി ഒഴിഞ്ഞു പോകാത്തൊരു സാഹചര്യത്തിലാണ് അവിടെയുള്ളവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട അല്ലെങ്കിൽ ഒഴിപ്പിക്കേണ്ട ഒരു നിലയുണ്ടായത്. ഈ വസ്തുതകളൊന്നും മനസ്സിലാക്കാതെ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളതുപോലെ BJP ചെയ്യുന്നത് പോലെയുള്ള ബുൾഡോസർ രാജാണ് കർണാടകയിൽ നടക്കുന്നത് എന്ന രീതിയിലുള്ള വ്യാപകമായ പ്രതികരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. സമാനമായ രീതിയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഒരു പ്രതികരണം ഉണ്ടായത്. ആ പ്രതികരണത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ ഒരു വിമർശനം ഉണ്ടായിട്ടുള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഈ പറഞ്ഞ രീതിയിൽ പിണറായി വിജയൻ പ്രതികരിച്ചിട്ടുള്ളത്. അത് അവിടെയുള്ള ആളുകൾ ഇല്ലീഗലായി, അതായത് അനധികൃതമായി കുടിയേറി പാർത്തവരാണ്. അവരെ നോട്ടീസ് നൽകി പലതവണ നോട്ടീസ് നൽകിയിട്ടും പോകാത്ത ആളുകളാണ്. അവരെയാണ് കുടിയിറക്കിയത്. ഇല്ലീഗലായിട്ടുള്ള ഈ പറഞ്ഞ ബുൾഡോസർ ആക്ട് അടക്കമുള്ള ബുൾഡോസർ രാജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ലീഗലായി കുടിയിറക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. രാഷ്ട്രീയമായി മാത്രമേ ഈ ഒരു പ്രസ്താവനയെ കാണാൻ പറ്റൂ, അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായി മാത്രമാണ് പിണറായി വിജയന്റെ ഒരു പ്രസ്താവന. ആ രീതിയിലുള്ള ഒരു പ്രതികരണം കൂടിയാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ എക്സ്പോസിലാണ് സിദ്ധരാമയ്യ ഈ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മനീഷ് മൂർത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.